ഇവിടെ ഇവൻ ഒരു വാച്ച് ടവറിൽ സെക്യൂരിറ്റി ഗാർഡായി വരുന്നു. ആ സ്ഥലത്താകെ 2 വാച്ച് ടവർ മാത്രമാണുള്ളത്. അവന്റെ ഓപ്പോസിറ്റ് ഉള്ള വാച്ച് ടവറിൽ ഒരു പെണ്ണാണുള്ളത്. ഈ 2 വാച്ച് ടവറിലെയും ആളുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ലെന്ന റൂൾസ് ഉണ്ട്. എന്നാൽ ഇവരത് തെറ്റിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. മാത്രമല്ല പ്രണയിക്കാനും തുടങ്ങുന്നു. ഒരു ദിവസം ഇവൻ ഇവളോടൊപ്പം ഡിന്നർ കഴിക്കാനായി ഒരു റോപ്പ് വഴി ഈ ടവറിലേക്ക് വരുന്നു. രാത്രി അവർ അവിടെ സ്പെൻഡ് ചെയ്യുന്നു. പിറ്റേന്ന് അവൻ തന്റെ ടവറിലേക്ക് തിരികെ പോകാൻ ശ്രമിക്കുമ്പോൾ അവിടെ ബോംബ് ബ്ലാസ്റ്റായി റോപ്പ് കട്ടാവുന്നു. അവൻ താഴേക്ക് വീഴുന്നത് കണ്ട് ഇവൾ മറ്റൊന്നും ചിന്തിക്കാതെ തോക്കുമെടുത്ത് താഴേക്ക് ചാടുന്നു. ഒരു വിധത്തിൽ അവനെ കണ്ടെത്തുന്നു. അപ്പോൾ വിചിത്രമായ 2 മനുഷ്യർ വിചിത്രമായ കുതിരപ്പുറത്ത് വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യുന്നു. ഇവർ അവരെ 2 പേരെയും അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നു. അപ്പോഴാണ് അവർ ധരിച്ചിരിക്കുന്നത് മിലിറ്ററി യൂണിഫോം ആണെന്നും അവർ അവന്റെ വാച്ച് ടവറിൽ മുൻപ് വർക്ക് ചെയ്തിരുന്നവരാണെന്നും മനസ്സിലാക്കുന്നത്. അങ്ങനെ അവർ അവിടെ സെർച്ച് ചെയ്യുമ്പോഴാണ് അതൊരു മനുഷ്യവാസം ഉണ്ടായിരുന്ന സ്ഥലമാണെന്ന് മനസ്സിലാവുന്നത്. ഒരു ബിൽഡിങ്ങിനകത്ത് വന്ന് കയറുമ്പോൾ അത് കാണാൻ ഒരു ലാബ് പോലെയുണ്ട്. അവിടെ നിന്ന് ഇവൻ ഒരു ഫിലിം റോൾ കിട്ടുന്നു. അവരത് പ്ലേ ചെയ്ത് നോക്കുന്നു. അപ്പോഴാണ് ഇവർ ഒരു സത്യം മനസ്സിലാക്കുന്നത്. ഇവിടെ 2ാം ലോക മഹായുദ്ധ സമയത്ത് ഒരു റിസർച്ച് നടത്തിയിരുന്നു. പക്ഷെ അത് പരാജയപ്പെട്ട് വിഷവാതകം പുറത്തു വന്നു. അത് ശ്വസിച്ചവരെല്ലാം മരങ്ങളും മൃഗങ്ങളുമായി മ്യൂട്ടേറ്റ് ആവാൻ തുടങ്ങി. അങ്ങനെയുണ്ടായ ക്രീച്ചേഴ്സ് ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇക്കാര്യം പുറംലോകം അറിയാതിരിക്കാനാണ് ഈ ടവറിൽ 2 ഗാർഡ്സിനെ നിർത്തിയിരിക്കുന്നത്. ഓരോ വർഷവും പുതിയ ഗാർഡ്സിനെ നിയമിക്കുന്നു. പഴയ ഗാർഡ്സിനെ ഇവിടെ വെച്ച് തന്നെ കൊല്ലുകയും ചെയ്യുന്നു.